എനിക്ക് മലയാള സിനിമ എന്നെ വേണമെന്ന് അല്ലെങ്കിൽ എന്നെ മാത്രമേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ എന്നെ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനായിട്ട് ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഒരു ഇൻകൺസിസ്റ്റൻസി ആണ് അവിടെ ചേച്ചി പറയുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും ചേട്ടന് തോന്നിയിട്ടുണ്ടോ ഒരു ഇൻകൺസിസ്റ്റൻസി, നമ്മളുടെ അടുത്ത് കുറെ എഫേർട്ട് വരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു ഇൻഡസ്ട്രി നിൽക്കണമെങ്കിൽ? തീർച്ചയായിട്ടും. കാരണം നേരത്തെ ഒന്നും നമ്മൾ ഈ ചാൻസ് തേടി പോകുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഒരു ഡയറക്ടേഴ്സിനെ വിളിച്ച് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് സാറേ അടുത്ത പടത്തിൽ എന്നെ പരിഗണിക്കണം എന്നുള്ളൊരു പരിപാടിയുണ്ട്. അത് നിരന്തരമായിട്ട് എല്ലാ ആക്ടേഴ്സും ചെയ്യുന്നത്, മിക്ക ആക്ടേഴ്സ് 80% ആൾക്കാരും ചെയ്യുന്ന കാര്യം. എനിക്ക് രാധികക്കൊന്നും ആ പരിപാടി അറിയത്തില്ല. സംസാരിച്ചാണ് അത് ഇൻട്രോവേർട്ട് ആയതുകൊണ്ടൊന്നല്ല, അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. കാരണം ഞാൻ അങ്ങനെ ആരോടും റിക്വസ്റ്റ് ചെയ്യാറില്ല, ഒരു കാര്യങ്ങൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറില്ല. പിന്നെ എനിക്ക് വന്ന സിനിമകളൊക്കെ ഇങ്ങോട്ട് വന്ന് പെട്ട സിനിമകളാണ്. പിന്നെ എനിക്ക് സിനിമയിൽ നേരത്തെ ഒന്നും എനിക്ക് സിനിമയിൽ വന്നു പെടാൻ ആഗ്രഹമില്ലാത്ത ഒരാളായിരുന്നു. വളരെ ആക്സിഡന്റലി സിനിമയിൽ വന്ന ഒരാളാണ് ഞാൻ. സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇത് ഈ ലൈം ലൈറ്റും ഇതെന്താന്ന് മനസ്സിലാവുന്നത്, ഇതൊരു പാഷനായിട്ട് മാറുകയും ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് സിനിമകൾ ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ കീപ് ഡ്രൈവിങ്, നമ്മളെ പുഷ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ ഇപ്പൊ നമുക്ക് ഓൾറെഡി ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി യൂസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു കോൾ ദി പീപ്പിൾ. നമുക്ക് എങ്ങനെയാണ് അത് ഓപ്പർച്യൂണിറ്റി കിട്ടേണ്ടത്, ആ റൂട്ടൊക്കെ നമ്മൾ പോയേ പറ്റത്തുള്ളൂ.